അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ ഹഫി ഡോക്ടറെ അടുത്ത് പോയിട്ട് വരുമ്പോൾ, എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോയിട്ട് വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം എന്നോട് കൂടി പറയാതെ എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടു തന്നിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ മുൻ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, അത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചാനൽ പോയത് കാരണം എനിക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ കേട്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയും, ഞാൻ മൊയ്റ്റോ കുടിച്ചു, മൊയ്റ്റോ എന്നും പറയും, മൊജിറ്റോ എന്നും പറയും. ഞാൻ മൊജിറ്റോ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും അതെന്തായിരിക്കും പഠിച്ചോനേന്ന്. അപ്പോൾ ഇപ്പം വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതാദ്യമായിട്ട് എൻ്റെ കൈകളിലേക്ക് അഫിയാണ് വാങ്ങിച്ചിട്ട് തന്നിട്ടുള്ളത്. അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പം ഞാനും ദീലും വീട്ടിലുള്ളപ്പോൾ അവൾ വാങ്ങി തന്നിട്ടുണ്ട്. ഞങ്ങൾ കുടിക്കുന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം ഗൈസ്, ഇമ്മ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും സാധനം കൊണ്ട് നിൽക്കണേ. ആദ്യമായിട്ട് കേട്ടോ ഞാൻ കേൾക്കലേ ഉള്ളൂ എന്താണ് മൊജിറ്റോ എന്ന്. പക്ഷെ ഞാൻ കുടിച്ചിട്ട് കേട്ടോ, മൊയ്റ്റോ എന്നും പറയും, മൊജിറ്റോ എന്നും പറയും. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി പോകും. എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ ആട്ടോ. എനിക്ക് സ്ട്രോബെറി ഇഷ്ടം. ചേച്ചി ലൈഫിൽ ആദ്യമായിട്ടോ കുടിക്കാൻ പോയത്. അപ്പോൾ ഓരോ ഫ്ലേവറിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. അത് ചേച്ചി അങ്ങനല്ല, അങ്ങനൊന്നല്ല. അല്ല, ആരാ തെച്ചിക്ക് ഞാൻ പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് കാണാൻ ആർത്തി പോലെ ചെയ്തതാ ഗൈസ്. അമ്മാതിരി പണിയൊന്നും ചെയ്യലിട്ടോ നീ. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം. അപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സ്ട്രോബെറി ഇതായിട്ടാണ് എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഇവിടെ ഒരാളുണ്ട് കൂമ്പടാ. ഓൻ കൂമ്പ അറിയില്ല. അപ്പം ഗൈസ്, നമ്മളിത് കുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഓക്കെ, അടിപൊളി. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതും കഴിച്ചു. അപ്പോൾ ഇനിയുണ്ട് കുറച്ചുകൂടി ക്ലിപ്പിങ്സ് ഇല്ലെങ്കിലോ. അതെ, അടുത്ത ക്ലിപ്പിങ്സ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട് ഒരു കവിത എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുൻ വീഡിയോസിൽ ഞാൻ തന്നെ ചൊല്ലിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൊല്ലിയത് മാത്രമല്ല നിങ്ങൾ കേട്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ശരിക്കും അതിൻ്റെ വരികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അവൻ ചൊല്ലിയതും ഇതിൽ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഒരുപാടു കാലം ഞാൻ നൊന്തു വളർത്തിയൊരെന്നോമൽ കിടാവിന്നു മാഞ്ഞുപോയി. നോവായി എൻ നെഞ്ചിൽ, കനലായി എൻ നെഞ്ചിൽ, എന്നോമന എൻ നെഞ്ചിൽ മാത്രമായി, എന്നോമന എൻ നെഞ്ചിൽ മാത്രമായി. നീയുള്ള ലോകത്ത് ഞാനെത്തും നേരത്ത് നീ എൻ്റെ അരികിൽ വന്നിടേണം. നീയുള്ള ലോകത്ത് ഞാനെത്തും നേരത്ത് നീ എൻ്റെ അരികിൽ വന്നിടേണം. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തൊരു അമ്മതൻ വാത്സല്യമെല്ലാം നൽകിടാം ഞാൻ. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തൊരു അമ്മതൻ വാത്സല്യമെല്ലാം നൽകിടാം ഞാൻ. അവൻ ചൊല്ലിയത് ഇങ്ങനെയാണ്. ഇതേ രീതിയിൽ തന്നെ ഞാനും ഒന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചാളുകളൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൊല്ലിയതും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഒരുപാടു കാലം ഞാൻ നൊന്തു വളർത്തിയൊരൻ ഓമൽ കിടാവിന്നു മാഞ്ഞുപോയി. ഓമൽ കിടാവിന്നു മാഞ്ഞുപോയി. നോവായെന്നുള്ളിൽ
കനലായി നെഞ്ചിൽ എന്നോമല നെഞ്ചിൽ മാത്രമായി എന്നോമല നെഞ്ചിൽ മാത്രമായി നീയുള്ള ലോകത്ത് ഞാനെത്തും നേരത്ത് നീ എൻ്റെ അരികിലായി വന്നിടേണം ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തൊരു അമ്മതൻ വാത്സല്യമെല്ലാം തന്നിടാം ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തൊരു അമ്മതൻ വാത്സല്യമെല്ലാം തന്നിടാം ഞാൻ വാത്സല്യമെല്ലാം തന്നിടാം ഞാൻ ഒരുപാടു കാലം ഞാൻ നൊന്തു വളർത്തിയൊരൻ ഓമൽ കിടാവിന്നു മാഞ്ഞുപോയി ഓമൽ കിടാവിന്നു മാഞ്ഞുപോയി നോവായി എന്നുള്ളിൽ കനലായി നെഞ്ചിൽ എന്നോമന നെഞ്ചിൽ മാത്രമായി എന്നോമന നെഞ്ചിൽ മാത്രമായി എന്നോമന നെഞ്ചിൽ മാത്രമായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്ബാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.